പാഴ്സൽ സർവീസിന്റെ മറവിൽ ഐഷർ ലോറിയിൽ അതിമാരക രാസലഹരി കടത്തിയ കേസിൽ മാസങ്ങളായി ഒളിവിലായിരുന്ന മുഖ്യപ്രതി പിടിയിൽ. തൃശൂർ, എറണാകുളം ജില്ലകളിലെ ലഹരി വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണിയായ അജ്മലാണ് ബംഗളൂരുവിൽ കൊടകര പോലീസിന്റെ പിടിയിലായത്. കൊടകര പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് വലപ്പാട് മുരിയാത്തോട് സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ അജ്മൽ വലയിലായത്. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് കേരളത്തിലേക്ക് ലോറിയിൽ വരുന്നതിനിടെയാണ് ബംഗളൂരുവിൽ വെച്ച് പോലീസ് ഇയാളെ തന്ത്രപരമായി പിടികൂടിയത്. 2026 മെയ് 22-ന് ചന്ദ്രാപിന്നി എടമുട്ടം സ്വദേശി മുഹമ്മദ് ഫാസിൽ 198.3 ഗ്രാം MDMA-യും 4 LSD സ്റ്റാമ്പുകളുമായി പിടിയിലായിരുന്നു. ഫാസിലിനെ ചോദ്യം ചെയ്തതോടെയാണ് ലഹരിമരുന്ന് എത്തിച്ചത് അജ്മലിന് വേണ്ടിയാണെന്നും കേരളത്തിൽ ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത് ഇയാളാണെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. ദേശീയ പെർമിറ്റ് ലോറി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അജ്മൽ ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഹരിമരുന്ന് ശേഖരിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന കുടിവെള്ള വിതരണ ബിസിനസിന്റെ മറവിലായിരുന്നു ഇയാളുടെ ലഹരി ഇടപാടുകൾ. പാഴ്സൽ സർവീസിന്റെ മറവിൽ കടത്തിയ ലഹരിമരുന്ന് ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് പോലീസ് കണ്ടെത്തിയത്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ജെർലിൻ വി സ്കറിയയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ASI അജി VD, GSPOമാരായ സജീഷ് കുമാർ PK, സഹദ് TS, CPO ശ്രീനാഥ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടകര.